ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ RR വേഴ്സസ് കൊൽക്കത്ത തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം 2 മത്സരം നടക്കുന്നുണ്ട്. മെയ് 4-ാം തീയതി കൃത്യം 3:30 നടക്കാൻ പോകുന്ന നമ്മുടെ RR വേഴ്സസ് കൊൽക്കത്ത മാച്ചിൻ്റെ പ്രിവ്യൂ ആണിത്. ഇതിന് ശേഷം വേറൊരു മാച്ച് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടാവും. സോ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ വെന്യൂ ഏഡൻ ഗാർഡൻസിലാണ് മാച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ ബൗണ്ടറീസിനെ പറ്റി പറയുകയാണെങ്കിൽ 66-68 ആ ഒരു ലെങ്ത്താണ് സ്ക്വയർ ബൗണ്ടറീസ് ഉള്ളത്. ദെൻ സ്ട്രൈറ്റ് നോക്കുകയാണെങ്കിൽ മാത്രമേ അത്യാവശ്യം കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൂ. 76-78 വരെ ഉണ്ട്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 170+ ആണ്, 175 എബോവ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നടന്ന ടോട്ടൽ 98 IPL മത്സരങ്ങളിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 42 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 52 പ്രാവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഇവിടെ വിൻ ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ബാറ്റിംഗ് തന്നെയാണ്. സോ ആ ഒരു കാര്യം എന്തായാലും ഒന്ന് സെക്കൻഡ് ബാറ്റിംഗ് തന്നെയാണ്, അതൊന്നും എന്തായാലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നടന്ന ഈ നടന്ന 98 മത്സരങ്ങളിൽ 150-ന് താഴെ 27 മത്സരങ്ങളും 150-നും 169-നും ഇടയ്ക്ക് 21 മത്സരങ്ങളും 170-നും 189-നും ഇടയ്ക്ക് 28 മത്സരങ്ങളാണ് പോയിട്ടുള്ളത്. മാത്രമല്ല 190-ന്റെ മുകളിൽ 22 മാച്ചസും പോയിട്ടുണ്ട്. അപ്പോൾ ഈ നടന്ന 98 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ്. 439 വിക്കറ്റാണ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തിരിക്കുന്നത്. സ്പിന്നേഴ്സ് എടുത്തിരിക്കുന്നത് 323 വിക്കറ്റ്സുമാണ്. കൂടുതൽ എടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ്. സ്പിന്നേഴ്സും ഫാസ്റ്റ് ബോളേഴ്സുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഒരു 100 വിക്കറ്റ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. സോ സ്പിന്നേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടോട്ടലി നമ്മുടെ KKR-ഉം RR-ഉം തമ്മിൽ 29 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ KKR 15 പ്രാവശ്യം, RR 14 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ മാച്ചിൻ്റെ ഒരു പോയിന്റ് ടേബിൾ നോക്കാം. ഇന്നത്തെ മത്സരത്തിൻ്റെ ഈ ഒരു മത്സരം എങ്ങനെയായിരിക്കും എന്തായിരിക്കും നമുക്ക് പോയിന്റ് ടേബിൾ നോക്കിയാൽ തന്നെ ഏകദേശം ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോയിന്റ് ടേബിളിലോട്ട് കിടക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ആണ് പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് നിൽക്കുന്നത്. ഈ മത്സരങ്ങൾ കളിക്കുന്നത് നമ്മുടെ കൊൽക്കത്ത RR-ഉം തമ്മിലാണ്. കൊൽക്കത്തയുടെ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് 10 മത്സരം കളിച്ചിട്ട് 9 പോയിൻറ്റ്സാണ് അവർക്കുള്ളത്. ഇനി അവർക്ക് 4 മത്സരമാണ് ബാക്കിയുള്ളത്. ഈ 4 മത്സരം തുടർച്ചയായിട്ട് വിൻ ചെയ്താൽ അവർക്ക് 8 പോയിൻ്റാണ് ഇനി കയറുക. അപ്പോൾ ഏകദേശം 17 പോയിന്റ് കയറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതേസമയം RR ആണെങ്കിൽ RR-ന് ഇനി 3 മത്സരമേ ഉള്ളൂ. 3 മത്സരം കൂടെ വിൻ ചെയ്താൽ കൂടെ 12 കയറാൻ ചാൻസ് ഉള്ളൂ. സോ കൊൽക്കത്തയാണ് കൂടുതൽ ഇവിടെ നല്ല രീതിക്ക് എഫേർട്ട് ഇടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലുള്ളത്. സോ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ RR ഒട്ടും കുറവാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവരുടെ ഒരു വമ്പൻ പ്ലേ ഇന്നിങ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മത്സരം നമ്മുടെ ലാസ്റ്റിൻ്റെ മുന്നത്തെ മത്സരം വൈഭവ് 14 വയസ്സ് പ്ലെയറാണ്. മാക്സിമം അവരുടെ ടാലൻറ്റ് പുറത്തെടുക്കുക. കാരണം അവർക്ക് അടുത്ത സമയത്തിലോട്ട് അവർക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് പോലെയാണ് ഇനിയുള്ള അവരുടെ മാച്ചസ്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേയേഴ്സ് ആണെങ്കിലും പോയിന്റ് ടേബിളിന് പുറത്ത് അവർ മാക്സിമം അവർ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ നോക്കും. സോ അതെന്തായാലും ഒന്ന് നോട്ട് ചെയ്യണം. റീസെൻ്റ് ലാസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ ഏഡൻ ഗാർഡൻസിൽ നടന്ന ഒരു മാച്ച് നോക്കാം. അത് ലാസ്റ്റ് നടന്ന ഒരു മത്സരം മഴ കാരണം അത് ക്യാൻസലായി പോവുമായിരുന്നു ചെയ്തത്. അതിന് മുന്നത്തെ ഒരു മത്സരം നോക്കുന്ന സമയത്ത് നമ്മുടെ 21-ാം തീയതി നടന്നതാണ് നമ്മുടെ ഗുജറാത്തും കൊൽക്കത്തയും തമ്മിൽ. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ഗുജറാത്തിനായിരുന്നു. ഗുജറാത്ത് ഏകദേശം 198 റൺസാണ് എടുത്തത്. വെറും 3 വിക്കറ്റ് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. അതേസമയം ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ് നല്ല റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത്. KKR-ലാകുന്ന സമയത്തും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഏകദേശം സെക്കൻഡ് ഇന്നിങ്സ് നല്ല രീതിയിൽ വിക്കറ്റ്സ് പോകുന്നുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സ് കൂടുതൽ വിക്കറ്റ് പോകുന്നില്ല, സെക്കൻഡ് ഇന്നിങ്സാണ് ഈ ഒരു മത്സരത്തിൽ പോയത്. സോ ഈ ഒരു മാച്ച് എങ്ങനെ വേണം ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ പ്ലേയേഴ്സിൻ്റെയും ടാലൻറ്റ് പുറത്തെടുത്ത് മാക്സിമം അവർ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പ്ലേ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ടാണ് കിടക്കുന്നത്. അതിന് മുന്നേ എനിക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്യുക. സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മാച്ച് എടുത്ത് തന്നെ ഇവിടെ ഡ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. 5 പ്ലേയേഴ്സ് ഉണ്ട്, നന്നായി കളിക്കാൻ ചാൻസ്. നിങ്ങൾക്ക് ആരാണോ തോന്നുന്നത് ജസ്റ്റ് അവരൊന്ന് പിക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇപ്പോൾ നമ്മളൊരു കോൺടെസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇതിപ്പോൾ 5 പ്ലേയേഴ്സ് ഉണ്ട്, ഇതിൽ ആരായിരിക്കും നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത്? ഇപ്പോൾ ഡേവിഡ് പ്രൈസ് ആണെങ്കിൽ സോ അദ്ദേഹത്തുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു പ്ലെയർ വരും, അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത പ്ലെയറാണ് കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിന്നാവും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിലുള്ളത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ GL ഗ്രാൻഡ് ലീഗ് ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ 49 രൂപയുടെ കോൺടെസ്റ്റ് 4-5 ടീം ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വേറൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു OG11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് മാച്ച് എടുത്ത് നോക്കിയാലും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരം നമ്മളെ KKRം RRം തമ്മിലുള്ള മാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ടീം അറ്റേ ടീം ഇടണം, ഒരു 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ടീം ഇടാൻ പറ്റുന്ന ഒരു കിടലൻ ആപ്പാണ്. ഇപ്പോൾ ഒരു 5 ടീമാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാപ്റ്റൻ VC ആരൊക്കെ വേണം ചൂസ് ചെയ്യുക, എല്ലാ ടീമിലും ആരൊക്കെ വേണം ചൂസ് ചെയ്യുക. സോ അങ്ങനെ നിങ്ങളൊരു ഒരു 16 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കുറേ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇട്ട് തരും. ഒരു 20 ടീം വരെ അറ്റ് ടീം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര ടീം വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 20x4 വേണമെങ്കിൽ അപ്പോൾ 80 ടീം വേണമെങ്കിൽ 80 ടീം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ ടീം ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഒരു ടീം ഇടാനായിട്ട് 1 രൂപയാണ് കൊടുക്കേണ്ടത്, 20 ടീം ഇടാൻ 20 രൂപ, അത്രയേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒറ്റ ടീമിൽ. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിഷൻ 11 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഫിറ്റിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അതുകൂടാതെ ഡെയിലി ഗിവേഴ്സ് 1 lakh rupees ഫ്രീ ഗിവേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, 1 lakh rupees ഫ്രീ ഗിവ് വേണം. നിങ്ങൾ ജസ്റ്റ് ഒരു ടീം ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ആളെ ചൂസ് ചെയ്യണേ, നോക്കുന്നില്ല. ക്യാപ്റ്റൻ VC കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, 1 രൂപ കൊടുക്കണ്ട. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് 10,000, തേർഡ് വന്ന 3,000. അങ്ങനെ നല്ലൊരു പ്രൈസ് പൂളാണ്. 1 lakh rupees ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മൈ മാസ്റ്റർ ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ 1 lakh rupees ഫ്രീ ഗിവേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഈ ആപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ XL11, Focus11 ഇതെല്ലാം നല്ല ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനുണ്ട്, ബോട്ട്സിലുണ്ട്. സോ അതിൽ വഴി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊൽക്കത്തയിലത്തെ പ്ലെയേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഗുർബാസാണ്. അദ്ദേഹം ലാസ്റ്റ് ഒരു മത്സരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോം ചെയ്ത് ഈ ഒരു ഗ്രൗണ്ടിൽ 8 ഇന്നിങ്സ് കളിച്ചിട്ട് 183 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RR വലിയ റെക്കോർഡ്സ് ഇല്ല. സുനിൽ നരേനാണെങ്കിൽ ലാസ്റ്റ് മത്സരം കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, 27 റൺസ് അതുപോലെ തന്നെ 3 വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 63 ഇന്നിങ്സ് കളിച്ചിട്ട് 661 റൺസും 72 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RR 19 ഇന്നിങ്സ് കളിച്ചിട്ട് 257 റൺസും അതുപോലെ തന്നെ 14 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു കീ ആയിട്ടുള്ള ഓൾറൗണ്ടറാണ്. അതുപോലെ തന്നെ അജിൻക്യ രഹാനെ ആണെങ്കിലും ഇവിടെ മുന്നേ നടന്നൊരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ മുന്നേ കളിച്ച ഒരു മത്സരം അദ്ദേഹം നല്ല റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഗ്രൗണ്ടിൽ 15 ഇന്നിങ്സ് കളിച്ചിട്ട് 436 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RR 6 ഇന്നിങ്സ് കളിച്ച് 77 റൺസ് നേടിയിട്ടുണ്ട്. വെങ്കിടേഷ് അയ്യറിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 17 ഇന്നിങ്സ് കളിച്ചിട്ട് 399 റൺസ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RR 4 ഇന്നിങ്സ് കളിച്ചിട്ട് 109 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. രഘുവാൻഷിയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും കുഴപ്പമില്ലാതെ മിനിമം ഒരു 25 എപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ 7 ഇന്നിങ്സ് കളിച്ചിട്ട് 152 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RR 2 ഇന്നിങ്സ് കളിച്ച് 52 റൺസും. റിങ്കു സിംഗ് ആണെങ്കിൽ വലിയ റെക്കോർഡ്സൊന്നും ഇല്ല, പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 17 ഇന്നിങ്സ് കളിച്ചിട്ട് 512 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RR 4 മത്സരം കളിച്ച് 89 റൺസ് നേടാൻ സാധിച്ചിട്ടുള്ളൂ. പവൽ അല്ലെങ്കിൽ നമ്മുടെ മൊയിൻ അലി ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അവരെപ്പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ ഈ പവലിൻ്റെ റെക്കോർഡ്സ് ആണെങ്കിൽ ഒരു മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 26 റൺസ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് RR ഒരു മത്സരം കളിച്ച് 37 റൺസ് നേടിയിട്ടുണ്ട്. മൊയിൻ അലി ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 66 റൺസും 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് RR 9 ഇന്നിങ്സ് കളിച്ചിട്ട് 204 റൺസും 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. റസലിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 45 ഇന്നിങ്സ് കളിച്ചിട്ട് 989 റൺസും അതുപോലെ തന്നെ 44 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RR 12 ഇന്നിങ്സ് കളിച്ചിട്ട് 200 റൺസും 7 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്കുൾ റോയ് ആണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും ഈ ഒരു പിച്ചിൽ വിക്കറ്റ്സോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കാൻ സാധിച്ചില്ല. ഹർഷിത് റാണയാണെങ്കിൽ ലാസ്റ്റ് മത്സരങ്ങൾ പുവർ പെർഫോമൻസ് ആണ്, പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 16 ഇന്നിങ്സ് കളിച്ച് 19 വിക്കറ്റും എഗെയിൻസ്റ്റ് RR 3 മത്സരം കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. വരുൺ ചക്രവർത്തി ഒരു സ്പിന്ന് ഈ ഒരു പിച്ചിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അദ്ദേഹം മസ്റ്റ് പിക്കാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 20 ഇന്നിങ്സ് കളിച്ച് 26 വിക്കറ്റും എഗെയിൻസ്റ്റ് RR 8 മത്സരം കളിച്ച് 11 വിക്കറ്റ് നേടിയിട്ടുണ്ട്. വൈഭവ് ഓറ അദ്ദേഹമാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 11 ഇന്നിങ്സ് കളിച്ച് 13 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും 1 വിക്കറ്റ് വീതമെങ്കിലും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ RR അഗെയിൻസ്റ്റ് ആയിട്ട്
2 മത്സരം കളിച്ച് 1 വിക്കറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയേഴ്സാണ്. ജയ്സ്വാളാണ്. അദ്ദേഹം 3 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 120 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 40 റൺസ് ആവറേജ് ഉണ്ട്. അപ്പോൾ തന്നെ KKRന് അഗെയിൻസ്റ്റ് ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ചിട്ട് 168 റൺസ് എടുത്ത് പെർ മാച്ച് 42 ആവറേജ് ഉണ്ട് കേട്ടോ. വൈഭവ് സൂര്യവംശി ലാസ്റ്റ് മത്സരം ഡക്കായിരുന്നു, പക്ഷേ അതിന് മുന്നത്തെ മത്സരം നല്ല പെർഫോമൻസ് ആയിരുന്നു, വലിയ റെക്കോർഡ്സ് ഇല്ല. നിതീഷ് റാണ അദ്ദേഹം ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 223 മത്സരം കളിച്ച് 680 റൺസും അഗെയിൻസ്റ്റ് KKR ആയിട്ട് 2 മത്സരം കളിച്ച് 58 റൺസും നേടിയിട്ടുണ്ട്. റിയാൻ പരാഗാണ്. അദ്ദേഹമാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ വിക്കറ്റ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ചിട്ട് 85 റൺസ് നേടിയിട്ടുണ്ട്. ലാസ്റ്റ് മത്സരം ബോളിംഗ് ചെയ്തുകൊണ്ട് വിക്കറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ KKRന് അഗെയിൻസ്റ്റ് ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ച് 131 റൺസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധ്രുവ് ജുവൽ ആണെങ്കിലും ലാസ്റ്റ് മത്സരം ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിന് മുന്നത്തൊക്കെ കിടിലായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്രൗണ്ടിൽ 2 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. ഒരു മാച്ചേ കളിച്ചിട്ടുള്ളൂ. അഗെയിൻസ്റ്റ് KKR ആയിട്ട് റെക്കോർഡ്സ് ഇല്ല. ഷിരോൺ ഹെറ്റ്മെയർ ആണെങ്കിൽ വേസ്റ്റ് പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. ശുഭാൻ ദൂബെയെ പറ്റി പറയുമ്പോഴും ഒരു മത്സരമാണ് KKRന് അഗെയിൻസ്റ്റായി കളിച്ചു, 9 റൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാസിരംഗ ആണെങ്കിലും അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 1 മത്സരം കളിച്ച് 1 വിക്കറ്റും KKRന് എഗെയിൻസ്റ്റ് ആയിട്ട് 4 മത്സരം കളിച്ച് 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ജോർഫ്ര ആർച്ചർ 3 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്, 2 വിക്കറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. KKRന് അഗെയിൻസ്റ്റ് ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ചിട്ട് 61 റൺസും 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മഹീഷ് തീക്ഷ്ണ അദ്ദേഹമാണെങ്കിലും ലാസ്റ്റ് മത്സരം നല്ല വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 1 മത്സരം കളിച്ച് 2 വിക്കറ്റും KKRന് അഗെയിൻസ്റ്റ് ആയിട്ട് 4 മത്സരം കളിച്ച് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കുമാർ കാർത്തികേയ ആണെങ്കിലും KKRന് അഗെയിൻസ്റ്റ് ആയിട്ട് 1 മത്സരം കളിച്ച് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പിന്നെ ഒരു എം പാക്ക ആ പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. ആകാശ് മധുവാളാണ്. പുള്ളിയും വലിയ വിക്കറ്റ്സ് ഒന്നും ലാസ്റ്റ് മാച്ച് എടുത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കുബേര ഫാൻറ്റസി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാച്ച് ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് വിഷനിലെല്ലാം നമ്മുടെ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ കീപ്പിംഗ് ഓപ്ഷനിൽ നമ്മൾ ഗുർബാസിനെയാണ് എടുക്കുന്നത്. ജയ്സ്വാൾ, രഹാനെയും നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ നാരായൺ, റിയാൻ പരാഗ്, റസലിനെ എടുക്കാം. അതുപോലെ വരുൺ ചക്രവർത്തി, ജോർഫ്ര ആർച്ചർ, അർഷിത് റാണ, അതുപോലെ തന്നെ വൈഭവ് ഓറ. അതുപോലെ നമ്മുടെ തീക്ഷ്ണയെ ചൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പിന്നിന് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും തീക്ഷ്ണയും അതുപോലെ തന്നെ ഹാസിരംഗീനെയും നമുക്ക് തൽക്കാലം എടുക്കാം. നമ്മൾ ഏകദേശം ടീം ഇവിടെ സെറ്റ് ചെയ്യേണ്ട മാച്ച് നമ്മൾ ഓൾറൗണ്ടറിനെ കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ടീംസ് നമ്മുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. അപ്പോൾ ക്യാപ്റ്റൻസി നമ്മൾ സുനിൽ നരേനും വൈസ് ക്യാപ്റ്റൻ നമ്മൾ ചക്രവർത്തിനെയാണ് കൊടുത്തത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കുറച്ച് റിസ്കി ടീമാണ്, എന്നാൽ കൂടെ വിക്കറ്റ്സ് വരികയാണെങ്കിൽ നല്ല രീതിയിൽ പോയിൻറ്റ്സ് എടുക്കാനുള്ള ഒരു ടീമാണ് കേട്ടോ ഇത്. ഗുർബാസ്, രഹാന്, ജയ്സ്വാൾ, റസൽ, അതുപോലെ സുനിൽ നരേൻ, റിയാൻ പരാഗ്, ഹാസിരംഗ, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ജോർഫ്ര ആർച്ചർ, മഹേഷ് തീക്ഷ്ണ, ഇത്രയും പേരാണല്ലോ. ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാച്ചിൽ തീർച്ചയായിട്ടും ഒരു സ്പിന്ന് ഒരു ഫാസ്റ്റ് ബോൾ ആ ഒരു രീതിക്ക് നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. സോ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.